ഹായ് ഗൈസ്, അപ്പോൾ ഇതൊരു വേളാങ്കണ്ണിക്ക് പോണതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണേ. അപ്പോൾ നമ്മൾ 21-ാം തീയതി പുലർച്ചെ 12:30 ട്രെയിന് തൃശ്ശൂരിൽ നിന്ന് നാഗപട്ടണത്തേക്കാണ് പോയത്. അങ്ങനെ നമ്മൾ രാവിലെ ആയപ്പോൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ബ്രെഡും നൂഡലും കഴിച്ചായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വട വിൽക്കുന്ന കണ്ടു, അപ്പോൾ അതും വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് നമുക്ക് വേളാങ്കണ്ണിക്ക് ബസ്സുണ്ട്. പക്ഷെ അവിടെ റോഡ് പണി ആയതുകൊണ്ട് നമ്മൾ മാറിക്കയറി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡിലേക്ക് ബസ് കയറി. അവിടെ നിന്ന് പിന്നെ വീണ്ടും നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് വേളാങ്കണ്ണിക്കുള്ള ബസ്സിൽ പോവുക ചെയ്തത്. അങ്ങനെ നമ്മൾ പള്ളി റൂമാണ് എടുത്തത്. നമുക്ക് 4 ദിവസത്തേക്ക് 2400 രൂപയാണ് ആയത്. 600 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യും, വെക്കേറ്റ് ചെയ്യുമ്പോൾ റീഫണ്ട് ചെയ്യും. അങ്ങനെ നമ്മൾ റൂം എടുത്ത് ഫ്രഷായി നമ്മൾ പനന്തൊങ്ങ് വാങ്ങിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഉച്ചയ്ക്ക് പനന്തൊങ്ങാണ് കഴിച്ചത്. കഴിക്കുന്നതിൻ്റെ വീഡിയോ, ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷായി നമ്മൾ ആദ്യം വന്നത് ഈ പള്ളിയിലേക്കാണ്. ഈ പള്ളിയിലാണ് എല്ലാവരും നേർച്ചകളൊക്കെ ചെയ്യുക, കുർബാനയ്ക്ക് ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ പള്ളിയിലാണ്. ഇവിടെ അടുത്തൊരു കൗണ്ടറുണ്ട്, ഒരു സ്പേസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു, നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കടലിൽ അവിടെയുള്ള പള്ളിയിലേക്ക് പോയി. അങ്ങനെ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഫുഡെന്ന് പറഞ്ഞാൽ കോഫിയും വടയും കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ശരണഭവനിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ പോയി അവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫുഡിനൊക്കെ കുറച്ച് പ്രൈസിയാണ്. കോഫി കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോയത് കടലിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ പോയ കാരണം കമ്പാരിറ്റീവ്ലി ശനി ഞായർ വെച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച അത്ര തിരക്കുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്കൊന്നും. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്നൊക്കെ അത് വാങ്ങി നമ്മൾ കടലിലേക്ക് പോയി. അപ്പോൾ സാധാരണ നമ്മൾ വേളാങ്കണ്ണി കടലിൽ അവിടെ അങ്ങനെ ഇറങ്ങാറില്ല, കാരണം വെള്ളം കാണുമ്പോൾ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാറില്ല. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കോളിഫ്ലവർ ബജിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് അവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് വന്ന് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് ചോർച്ചിൽ 9 മണിക്ക് മലയാളം കുർബാനയുണ്ട് കേട്ടോ, ലാറ്റിൻ കുർബാനയാണ്. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ എണീറ്റിട്ട് കുർബാന കാണാനായിട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ തലയിൽ മുല്ലപ്പൂ വെക്കണമെന്ന്. അപ്പോൾ മുല്ലപ്പൂ കിട്ടിയില്ല, പിച്ചകാണ് വെച്ചത്. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഉച്ചക്കലത്തെ അപ്പുറത്ത് കേരള ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു, സദ്യ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ പള്ളികളൊക്കെ കയറിയിട്ടാണ് പോയത്. പിന്നെ അത് മാത്രമല്ല, ഈശോയുടെ കുറേ രൂപങ്ങളൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഈശോ വചന പ്രഘോഷണം നടത്തുന്നതും പിന്നെ ഈശോയുടെ ഒരു വലിയ രൂപവും നമ്മളത് കണ്ടിട്ടുണ്ടാവും. കുറേ പേര് അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളിയാണ്. അപ്പം അവിടെ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ കടലിൽ അവിടെയുള്ള പള്ളിയിൽ പോയിട്ട് നമ്മൾ മാല വഴിപാട് കൊടുക്കാൻ നേർന്നിട്ടുണ്ടായിരുന്നു. മാല വാങ്ങിച്ചിട്ട് നമ്മൾ അതിട്ട് പ്രാർത്ഥിച്ച് ഉപ്പും അവിടെ നേർച്ച എന്ന് പറയണേ അവിടുത്തെ ഉപ്പാണ്, കല്ലുപ്പാണ്. കല്ലുപ്പും മാലയൊക്കെ നമ്മൾ എടുത്തായിരുന്നു. മെഴുകുതിരിയും കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കടലിലേക്കാണ് പോയത്. കടലിൽ പോയിട്ട് നമ്മൾ സ്പ്രിങ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടുത്തെ എങ്ങനെ ഇരിക്കുന്ന അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ലതായിരുന്നു കേട്ടോ. 50 രൂപ എങ്ങാണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ കണ്ടില്ലേ ഈശോയുടെ രൂപമൊക്കെ രസമില്ലേ കാണാൻ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ കടലിൽ അവിടെയുള്ള പള്ളിയിൽ വന്നിരുന്ന് കുറച്ച് നേരം കൂടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു വൈകിട്ടായിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് വരുന്നത്. റൂമിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കുരിശിൻ്റെ വഴി മറ്റേ മുട്ടുമഴഞ്ഞ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലിയിട്ടാണ് റൂമിലേക്ക് വന്നത് കേട്ടോ. ചെല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് റൂമിലേക്ക് വന്നത്. പിന്നെ നമ്മൾ ആരാധനയ്ക്ക് പോയി. അവിടെ ഒരു പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ആരാധനയിലും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് വന്നത്. അങ്ങനെ അന്ന് ശനിയാഴ്ച വൈകിട്ടായി നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം മോർണിംഗ് ഇതുപോലെ എണീറ്റ് കുടിച്ച് ഫ്രഷായി വീണ്ടും നമ്മൾ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് രാവിലത്തെ 9 മണിയുടെ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രെഡ് ഓംലേറ്റ് ആണ് കഴിച്ചത്. അതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് നമ്മൾ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു. സൂപ്പർ ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചു. അങ്ങനെ നമ്മൾ അന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അങ്ങനെ അന്ന് വൈകിട്ട് 5:30 ട്രെയിനിൽ നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.